അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഇഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കിളിക്കൂടിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു സവാള ഇതുപോലെ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 2 അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അതുപോലെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയാണ്. ഞാനിപ്പോൾ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് കാടമുട്ട തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാ മുട്ട വേണമെങ്കിലും എടുക്കാം. അതുപോലെ കുറച്ച് സേമിയയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് മസാലയൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം സവാള ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിച്ചപ്പും അതുപോലെ മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, അതിൻ്റെ പകരമായിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴന്നെടുക്കാം. നമുക്കിതിലോട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് തക്കാളി ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റിലായി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തുകൊണ്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഞാനൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ മുട്ട വീതം ഒന്ന് വെച്ചു കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 9 ഉരുളകളോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ഈ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഓരോ ഉരുളകളും ഇതിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഈ മുട്ടയിൽ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സേമിയത്തിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. സേമിയ ഞാനിപ്പോൾ കുറച്ച് വലുപ്പം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പം കുറഞ്ഞു പോയി. വലുപ്പം ഒന്നും കൂടി കൂട്ടണമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ സേമിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കരിഞ്ഞ ഒരു കളറായിട്ട് മാറും. ഞാനിപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.